ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ചായ കുടി കഴിഞ്ഞ എല്ലാവരും? ഞങ്ങളിവിടെ ചായ കുടിച്ച് അവിടെ ഇരിക്കാം. മക്കളൊക്കെ കളിക്കാൻ പോയിരിക്കുന്നു അപ്പുറത്തേക്ക്. പിന്നെന്താ, എല്ലാവരും എന്താ ഇനി ഫുഡൊക്കെ രാവിലെ എല്ലാവരും കമന്റ് ചെയ്യട്ടോ. പിന്നെ ആദ്യമേ പറയട്ടെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓടുന്ന നമ്മുടെ ബെല്ലേക്കില്ലേ അതിനൊരു അടി എടുക്കാനൊന്നും മറക്കരുതേ. പിന്നെ ഇഷ്ടപ്പെട്ട നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കണേ. പിന്നെ കുറെ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാമറ പിടിക്കുന്നത് ശരിയില്ല, ഫോണ് ക്ലിയർ ഇല്ല, ഇളകണ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വേറൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. കാരണം ഞാൻ തന്നെയല്ലേ വീഡിയോ പിടിക്കുന്നേ. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര കൈവേദനയാ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് വെക്കാന്ന് വെച്ചാല് നമുക്കിപ്പോ ഇത്രയും ഹൈറ്റിലൊന്നും ഇപ്പൊ സ്റ്റാൻഡ് കിട്ടൂലല്ലോ വെക്കാൻ. അപ്പൊ അതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ടാട്ടോ ചെയ്യുന്ന. പിന്നെ അൽഹംദുലില്ലാ, എന്താണ് എല്ലാവരും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ആക്കിയോ? ഞാൻ ചോറൊക്കെ ആയി. ഇന്ന് നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ടോ. അപ്പൊ പിന്നെ അന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ അടുക്കള ഭാഗം പുറകുവശത്തിരുന്നാട്ടോ സംസാരിക്കുന്നത്. അപ്പൊ ബാക്കിലുള്ള കാഴ്ചകളൊന്നും കണ്ടാരും ഞെട്ടൊന്നും വേണ്ട. അടുക്കളേന്റെ ബാക്ക് ഭാഗമാണ്. ഫുഡ് ഇവിടെ പുറത്തൊരടുപ്പുണ്ട്, അവിടെ നിന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പൊ റൂമിനുള്ളില് നമുക്ക് അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. സ്ലാബ് വാർത്തിട്ടുണ്ട്, പക്ഷെ എങ്കിൽ നമ്മൾ അടുപ്പൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ വീട് പണിയൊന്നും നമ്മളൊന്നും ആവാത്തോണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് നല്ലൊരു അടുപ്പ്, ഞാനായിട്ട് നല്ലൊരു അടിപൊളി അടുപ്പ് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ അവിടെ ഒരു കുറ്റി കണ്ടുപിടിച്ചു, നല്ല സുഖമുണ്ട് കൈ അതിന്റെ മുകളിൽ വെച്ച് ഫോണ് പിടിക്കാന്. കുറ്റി അതിന്റെ മുകളിൽ വെച്ചാൽ നമ്മളെ മറ്റേ സർവേ വേരിക്കല്ലിന്റെ കുറ്റിയില്ലേ അത്. പിന്നെ കഴിച്ച് ഞാൻ ഒരു അടിപൊളി സാധനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ വേറെ ഒന്നല്ല, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ആവശ്യമുള്ളവർ നമ്മളെ വിളിച്ച്, ഞാൻ ഇതിൽ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് വാട്സപ്പ് ചെയ്യണം. പിന്നെ എന്താ വെച്ചാല് കുറെ ആൾക്കാര് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ. ഞാൻ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ വാങ്ങലുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഓർഡർ കുറവാണ്. കാരണം നമുക്ക് ഡെയിലി ഇങ്ങോട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ നമുക്ക് വീണ്ടും വാങ്ങുന്നുള്ളൂ. പുതിയ പുതിയ കസ്റ്റമറൊക്കെ ഇനിയിപ്പോ എന്താ പറയാ, പുതിയ കസ്റ്റമർ എന്ന് വെച്ചാല് നമ്മള് സാധനം ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് വേറെ ആൾക്കാർ വാങ്ങിയിട്ടാണെങ്കിൽ പുതിയ പുതിയ കസ്റ്റമറെ കിട്ടുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ നമ്മള് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ആൾക്കാരില്ല. എനിക്ക് നോർമലി വാങ്ങുന്ന ആൾക്കാരുള്ള കസ്റ്റമർ മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതെന്താ വെച്ചാല്, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ തന്നെ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പിന്നെ കമന്റ് ഇടി വരും, എന്ത് ഓയിലാണ്, ഏടെ തേക്കാനുള്ളതാണെന്ന്. നമ്മൾ എത്ര പറഞ്ഞെടുത്താലും വീണ്ടും ഒരു വിളിച്ചു ചോദിക്കും, എന്താ അറിയോ, ഇതെവിടെ തേക്കാനുള്ള ഓയിലാണ്, എന്ത് ഓയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ മക്കളെ അതാവുന്നല്ല, ഹെയർ ഓയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഹെയർ ഓയിലാണ് മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി മുടി നല്ല സൂപ്പറായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. അപ്പൊ എന്റെ എന്റെ മക്കളൊക്കെ മുടി നിങ്ങൾ കണ്ടിണ്ടാവും. ഓ പിടി വന്ന ഒരാള് വരുന്നട്ടോ. അല്ല നല്ലോണം ഇരിക്കി, അങ്ങനല്ല വാവ, അങ്ങോട്ട് തിരിഞ്ഞിരി. ഇതാ ഇതിന്റെ ചോട്ട വാവാണ്. 1.5 വയസ്സുണ്ട് മോക്കും മാഷാ അല്ലാഹ് അത്യാവശ്യം നല്ല മുടിയുണ്ട്. പിന്നെ നമ്മളിപ്പോ അങ്ങനെ നന്നായിട്ട് വളർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇങ്ങനെ ഇത്രയും വളർത്തുന്ന കേട്ടോ. പിന്നെ ഇതാ നല്ല എണ്ണ തേച്ച് രാവിലെ വരെ കുളിയൊക്കെ കഴിഞ്ഞാണ് കണ്ടോ. അത്യാവശ്യം നല്ല തിക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും എണ്ണ തേക്കുമ്പോ മുടി നമ്മളത് ഇങ്ങനെ തന്നെയാണല്ലോ നിക്കുക. അപ്പൊ പിന്നെ എനിക്കങ്ങനെ മുടി ഡ്രൈ ആയി നിൽക്കുന്ന ഇഷ്ടമില്ല. നമ്മളിങ്ങനെ പാറി പറത്തിങ്ങനെ മുടി ഇട്ടിട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പറഞ്ഞു വന്നത് അതിന്റെ ഇടയിൽ ഒരു കടയിൽ പോയിട്ട് എന്നാ മുട്ടായിക്ക് പകരം എന്താ വാങ്ങിക്കൊണ്ടുവന്നത്, എന്താ വാവാ അത് നോക്കട്ടെ, ഇല്ല നോക്കട്ടെ, ബൂസ്റ്റ് 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 വാങ്ങിയില്ല. ബൂസ്റ്റ് അല്ലേ വാവാ, മുട്ടായി വാങ്ങിയില്ല? എന്താ മുട്ടായി വാങ്ങാന്? മുട്ടായി കിട്ടിയില്ല? പാവം കടക്കാരൻ ഏതായാലും രാവിലെ നിങ്ങളൊരു കച്ചവടം നൽകുന്നത് നല്ലൊരു കച്ചവടം. ഇത് 2ാം ട്രിപ്പാ. ഒരു ട്രിപ്പ് ഇപ്പൊ പോയി വന്ന് അടുത്ത ട്രിപ്പ് പോയി വരികയാണ് അല്ലേ.
ഒരു കാശിക്കഞ്ചി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നല്ലൊരു പൈസ ഉണ്ടാക്കാം. ചില മുട്ടായി വാങ്ങുന്ന ചോദിച്ചാല് ക്യാമറയിലേക്ക് നോക്കൂ ലുലു. ക്യാമറമാൻ ഉമ്മച്ചിന്റെ ഒപ്പം ലുലു. ഹായ് പറ. ഹായ് ഒരു ഉമ്മത്താളി ഉമ്മ. അപ്പൊ ഗായ്സ് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മളെ ഹെയർ ഓയിലാണ്. ഞാൻ എന്റെ മോക്ക് അതായത് ഓക്ക് 3 വയസ്സാവാനായി. മാർച്ചായ 3 വയസ്സാവും. അപ്പൊ ഓക്ക് ഒരു 6 മാസമുള്ളപ്പോ തുടങ്ങിയതാണ്. ഏകദേശം ഇപ്പൊ 2.5 വർഷമായി. അപ്പൊ വാങ്ങിയ ആൾക്കാരൊന്നും ഇതുവരെ ബാഡ് റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി എന്നിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയാലല്ലേ നമുക്ക് അതിന്റെ ഫലം അറിഞ്ഞാലല്ലേ നമുക്ക് അത് നല്ലതാണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് അടുത്ത ബാഡ് കമന്റ് ഒന്നായിട്ട് ആരും വരരുത്. കാരണം ഇത് നമ്മളാരും പറ്റിക്കാനുള്ളതോ അല്ല അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ കഴിഞ്ഞ കുറെ താഴോട്ടുള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാന് മുടി കാര്യങ്ങളൊക്കെ നമ്മളത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പിൽ വരിക. ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി. വെറുതെ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടോ വാട്സപ്പിൽ വന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഫോണിൽ ഇങ്ങനെ വെറുതെ കോള് വിളിച്ചിട്ട് അങ്ങനെ എങ്ങനെ എണ്ണ വേണോ എന്താണ് അങ്ങനെയാണെന്ന് ചോദിക്കണ്ട. അപ്പൊ ഞാൻ വീഡിയോയിൽ തന്നെ ആദ്യമേ പറഞ്ഞുതരാം. നമ്മൾ താരൻ മാറി കിട്ടും. അതേപോലെ ഹെയർ നല്ല കട്ടിയിൽ വളരും. നല്ല നീളമൊക്കെ ആയിട്ട് നല്ല കട്ടിയിൽ വരും. പിന്നെ നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. പിന്നെ അതേപോലെ തന്നെ നല്ല ഉറക്കമൊക്കെ നമുക്ക് നല്ല വരും. നമ്മളിത് തേച്ചും കുളിയൊക്കെ കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നും. മുട്ടായി ഇട്ടാഞ്ഞോ? ആരാ എടുത്തരിക? ഞാൻ എടുത്തരൂല. ഒന്നെങ്കിൽ താഴെ നിക്ക്, ഞാൻ എടുത്തരടക്ക്. ഇവിടെ നിക്ക്, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. അങ്ങനെ നിക്ക്. മുറ്റാട്ട് ഇറങ്ങണം എടുക്കണമെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ എല്ലാരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ. അപ്പൊ മറക്കരുത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പൊ അതിന് ബൈ.